ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ സാമ്പാർ വെക്കാൻ പോവാൻ. എൻ്റെ ഈ സാമ്പാറിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ തക്കാളി, വെണ്ട, കച്ചിങ്ങയൊക്കെ ഞാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്തുണ്ടാക്കിയതാണ്. അറിയോ ഗൈസ്? അപ്പം ഇതെന്ത് സാധനമൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്. ഞാൻ അമരപ്പയറാണെന്നും പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ടത് നട്ടതാണ്, പക്ഷെ അതിലുണ്ടായതാണ് ഈ സാധനം. ഇതിപ്പോൾ സാമ്പാറിൽ ഇടുമോ ഇല്ലേന്ന് പോലും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ എന്തായാലും സാമ്പാറിട്ട് അത് ഇടണില്ല. ഞാൻ പിന്നെ എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ക്യാരറ്റ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ക്യാരറ്റൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ക്യാരറ്റും ഇത്ര സാധനങ്ങളുള്ള കുഞ്ഞ് സാമ്പാർ. ഇന്നപ്പോൾ സാമ്പാറും ദോശയാണ്. ഇവിടെ ഒരാൾക്ക് ദോശ ഇഷ്ടം. 3 നേരം 4 നേരം ദോശ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കണ ഒരാളെനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സാമ്പാറും ദോശയാക്കിയത്. അവന് ദോശയുടെ കൂടെ സാമ്പാർ, ചമ്മന്തി എന്തും പോയിക്കോളും. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ സാമ്പാറാണ്. എനിക്ക് സാമ്പാർ കൂട്ടി കഴിക്കാനായിട്ട് ഇഷ്ടം. എനിക്ക് എന്തോ ചമ്മന്തി അത്ര പിടിക്കത്തില്ല. എന്തോ ഞാൻ ഉണ്ടാക്കുന്ന ചമ്മന്തിക്ക് എപ്പോഴും മധുരം ഒഴിക്കുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളുണ്ടാക്കുമ്പോൾ അങ്ങനെയാണോ? മധുരമാണോ? പക്ഷെ ഞാൻ എപ്പോൾ ചമ്മന്തി ഉണ്ടാക്കിയാലോ ചമ്മന്തിക്ക് മധുരം. അതെന്താ കാര്യമൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഞാനിതെല്ലാം കൂടി കഴുകി വരിയെടുത്ത് ഒരൊറ്റ അടിക്ക് എല്ലാം കൂടി വേവണ വിധത്തിലാണ് ഇടുന്നത്. കൂടെ തന്നെ ഞാൻ സാമ്പാർ പൊടിയും എല്ലാം ഇടും. കായവും സാമ്പാർ പൊടി സാധനങ്ങളെല്ലാം കൂടി പുളിയൊക്കെ കൂടി ഒപ്പം പിഴിഞ്ഞൊഴിച്ച് ഒരുമിച്ചാണ് എല്ലാം കൂടി വേവിച്ചെടുക്കുന്നത്. അതാകുമ്പോൾ നമ്മുടെ പണിയും കുറയും. രാവിലെ നമുക്ക് വേഗം സാമ്പാറാവും. അത് കഴിഞ്ഞ് പിന്നെ മറ്റേ കടുക് മാത്രം അങ്ങ് പൊട്ടിച്ചിട്ടാൽ മതിയല്ലോ. അപ്പോൾ രാവിലെ ഞാനിന്ന് എഴുന്നേക്കാൻ ലേറ്റായിപ്പോയി. 7 മണിയായി. അപ്പോൾ നമുക്കിതെല്ലാം ഒരുമിച്ച് ആവിയും വേണമല്ലോ. അപ്പോൾ ഇച്ചിരി ലേറ്റ് ആയാലും കുഴപ്പമില്ല, ഫുഡെല്ലാം വേഗം റെഡിയാവും. ഇവിടെ ഓരോരുത്തർ വിശക്കണമെന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ ഇന്ന് കാലത്ത് ക്ലാസ്സിലും പോകണ്ടല്ലേ. അപ്പോൾ പിന്നെ അതിനുള്ള എല്ലാം റെഡിയാവണം. പിന്നെ സാമ്പാറും ദോശ ആയതുകൊണ്ട് ഇതേനം കൊടുത്തു വിട്ടാൽ മതി. പ്രത്യേകിച്ചൊന്നും കൊടുത്തു വിടാനുമില്ല. അമ്മൂസാല് പോകണമില്ല, പനി ആയതുകൊണ്ട്. അപ്പോൾ എൻ്റെ ദോശ റെഡി ആയിട്ടോ. അപ്പോൾ ഇതേ ഞാൻ ചൂട് സാമ്പാറും ദോശയും കണ്ണപ്പനും കൊടുക്കുവാണേ. നല്ല മണമുണ്ടോ? കഴിക്കാം. അപ്പം ഞാൻ ഈ നല്ല ചൂട് ദോശയും ആവി പറക്കണ സാമ്പാറും കണ്ണപ്പനും കൊണ്ട് കൊടുക്കട്ടെ ഏട്ടാ. ഇനി അവന് വാരി കൊടുക്കണം. അവന് വാരി കൊടുത്തിട്ട് വേണം എൻ്റെ അടുത്ത പണി. ഇനി ഏട്ടന് ദോശ കൊടുത്താൽ അമ്മൂന് കൊടുക്കണം, പിന്നെ എനിക്ക് കഴിക്കണം. എനിക്ക് നല്ല വിശപ്പുണ്ട്. രാവിലെ വിശന്ന് എഴുന്നേറ്റ് വന്നത്, പക്ഷെ ഇവർക്ക് കൊടുത്തല്ലേ കഴിക്കാൻ പറ്റും. ഓക്കെ, ബൈ.